നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന് ഡാൻസ് ചെയ്ത് വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ നടപടിയുമായി ദുബായ് പോലീസ്. വീഡിയോ വൈറലായതോടെയാണ് നടപടി. ഡ്രൈവർമാരെ കണ്ടെത്തി 50,000 ദിർഹം പിഴ ചുമത്തി 2 ആഡംബര കാറുകളും ദുബായ് പോലീസ് പിടിച്ചെടുത്തു. ഒരാൾ റോഡിലൂടെ സഞ്ചരിക്കവേ വാഹനത്തിന്റെ ബോണറ്റിൽ കയറി നിന്നും മറ്റേയാൾ പാർക്കിങ്ങിലൂടെ സഞ്ചരിച്ച കാറിന്റെ ബോണറ്റിന് മുകളിൽ നിന്നുമാണ് ഡാൻസ് കളിച്ചത്. സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി നടത്തിയ പ്രകടനം ഇരുവർക്കും പാരയായി മാറി. ശനിയാഴ്ച ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിച്ച് ഖത്തർ കാലാവസ്ഥാ വകുപ്പ്. പകൽ സമയത്തെ ചൂടുള്ള കാലാവസ്ഥയ്ക്കിടയിലും ആകാശത്ത് മഴമേഘങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് കാരണമാകാം. ശനിയാഴ്ച പകൽ സമയത്ത് ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും കുറഞ്ഞ ദൃശ്യപരതയും പ്രതീക്ഷിക്കുന്നു. അബുദാബി സൗദി അതിർത്തി പ്രദേശമായ അൽസിലയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച അർദ്ധരാത്രി 12:03 ഭൂചലനം രേഖപ്പെടുത്തിയത്. പ്രദേശവാസികളിൽ പലർക്കും ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂമിക്കടിയിൽ 3 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവകേന്ദ്രം. സൗദി അറേബ്യയിലെ സ്കൂളുകളിൽ അധ്യയനം വീണ്ടും 2 സെമസ്റ്റർ രീതിയിലേക്ക് മാറ്റാൻ തീരുമാനം. നിലവിൽ 4 വർഷമായി തുടരുന്ന 3 സെമസ്റ്റർ സമ്പ്രദായം ഇതോടെ അവസാനിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് തീരുമാനം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ അധ്യക്ഷതയിൽ നിയോമിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. ആഴക്കിണറിനുള്ളിൽ കുടുങ്ങിയ 4 വയസ്സുകാരന് 16 മണിക്കൂറിന് ശേഷം പുതുജീവൻ. വടക്കൻ സിറിയയിലാണ് 50 മീറ്റർ ആഴമുള്ള കിണറ്റിലേക്ക് 4 വയസ്സുകാരൻ വീണത്. വടക്കൻ സിറിയയിലെ തുർക്കിഷ് അതിർത്തിക്ക് സമീപത്തെ താൽ അബ്യാദ് നഗരത്തിലാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന 50 മീറ്റർ ആഴത്തിലുള്ള കിണറ്റിൽ 4 വയസ്സുകാരനായ അലി സലഹ് അബ്ദി വീണത്. തുടർന്ന് നടത്തിയ അധികൃതരുടെ ഇടപെടലാണ് 4 വയസ്സുകാരന് ആശ്വാസമായത്. സൗദിയിൽ ഹുറൂബ് കേസിൽ ഉൾപ്പെട്ട ഗാർഹിക തൊഴിലാളികൾക്ക് പദവി ശരിയാക്കാൻ മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ 3 മാസം കൂടി. കഴിഞ്ഞ മെയ് 11 മാനവ വിഭവശേഷി മന്ത്രാലയം ഹുറൂബായ ഗാർഹിക തൊഴിലാളികൾക്ക് അവരുടെ പദവി ശരിയാക്കാൻ 2025 നവംബർ 11 വരെ സമയം നൽകിയത്. 19 വർഷത്തോളമായി അമേരിക്കയിൽ ജയിലിൽ കഴിഞ്ഞ സൗദി പൗരൻ ഹുമൈദാൻ അൽ തുർക്കി ജന്മനാട്ടിലേക്ക് തിരിച്ചു. ഇന്തോനേഷ്യൻ വീട്ടുജോലിക്കാരെ ആക്രമിച്ച കേസിലാണ് ഹുമൈദാൻ അൽ തുർക്കിക്ക് 19 വർഷം അമേരിക്കയിൽ ജയിലിൽ കഴിയേണ്ടി വന്നത്. 3 മാസം മുമ്പ് മോചിതനായ ഹുമൈദാൻ അൽ തുർക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനെ തുടർന്നാണ് സൗദിയിലേക്ക് മടങ്ങിയത്. റിയാദിലെ താമസ സ്ഥലങ്ങളിൽ വാഹന പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ സംവിധാനം നാളെ മുതൽ നിലവിൽ വരും. റിയാദ് പാർക്കിംഗ് ആപ്പ് സംവിധാനത്തിലൂടെയാണ് താമസക്കാർക്കും സന്ദർശകർക്കും വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഇല്ലാത്ത പെർമിറ്റ് അനുവദിക്കുന്നത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.